സതീശൻ മന്ത്രിസഭയിൽ CPIക്ക് 3 മന്ത്രിസ്ഥാനങ്ങളുടെ വാഗ്ദാനം വന്നിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. CPI ഇടതുപക്ഷ മുന്നണി വിട്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമാവുകയും 3 മന്ത്രിമാരോടുകൂടി സംസ്ഥാന ഭരണത്തിലേക്ക് വരികയും ചെയ്യുമെന്നാണ് കിംവദന്തി. നടക്കും, വല്ല സാധ്യതയുണ്ടോ? അത് ഇന്നലെ ഇപ്പോ പിണറായി വിജയന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നുള്ളൂ ഇന്നല്ലേ. അപ്പോ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചത് ഈ CPIക്ക് പ്രതിപക്ഷ നേതാവിന്റെ ഉപനേതാവിന്റെ സ്ഥാനം കൊടുക്കുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ വിജയൻ പറഞ്ഞത് ആ പ്രശ്നമൊക്കെ പരിഹരിച്ചു കഴിഞ്ഞാണ് അത് CPM-നുള്ളതാണ്, വേറെ ആർക്കും ഇല്ല, അത് CPM-നാണ്. ഞാൻ ബാലഗോപാലിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന പദവിയാണ് CPM. ബാലഗോപാലിന് വേണ്ടിയിട്ട്. അതെ അതെ. CPIക്ക് രാജനെ മറ്റോ പ്രതിപക്ഷ ഉപനേതാവാക്കണമെന്ന് തോന്നുന്നു. അത് നടക്കില്ല, ആക്കില്ല എന്ന് വളരെ എന്താ പറയണ ഒരു സംശയത്തിന് ഇടവരാത്ത രീതിയിലാണ് പിണറായി വിജയൻ പറഞ്ഞത്. ആക്ഷേപിക്കുന്ന തരത്തിലാണ് പിണറായി പറഞ്ഞത്. അതെ, അതായത് ഞങ്ങളുടെ വാതിലുകൾ തുറന്നു കിടക്കുകയാണ്, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പോവാം എന്നുള്ള സിഗ്നലാണ് പറഞ്ഞതിന്റെ അർത്ഥം. അദ്ദേഹം കുറച്ചുകൂടി മാന്യത പുലർത്തി. സംഗതി വിജയന് മാന്യതയൊന്നും ഇല്ലെങ്കിലും ഈ മറ്റേ ബിനോയ് വിശ്വത്തിനെ പോലെ അത്ര മാന്യത പറഞ്ഞ മനുഷ്യനല്ല പിണറായി വിജയൻ. പറഞ്ഞത് ബുദ്ധിജീവിയും മാന്യനും ഒക്കെ അല്ലേ? ബുദ്ധിജീവിയാണ്, പക്ഷെ മാന്യനല്ല. അയാൾക്ക് ആർത്തിപ്പണ്ടാരാണ്. പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും അധികാരം എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ കടിച്ചു കിടന്ന് ശീലിച്ചു പോയി അവര്. ചൊല്ലിലറിയില്ല, അടിയന്തരാവസ്ഥ കാലത്ത് അവര് കോൺഗ്രസ്സുകാരുടെ കൂടെയല്ലായിരുന്നോ? എന്നിട്ട് CPM-കാരെ തല്ലി എല്ലൊടിച്ചാണ് ഇയാൾക്കിടെ ഇയാളെന്ന ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷനിലെ കണ്ടിട്ടായിരുന്നു അയാളെ അയാളുടെ നാട്ടിൽ ഓൾ ഇന്ത്യ അല്ല, ഓൾ ഇല്ല യൂത്ത് ഫെഡറേഷൻ. ആളില്ല യൂത്ത് ഫെഡറേഷൻ. അതെ അതെ, ആളില്ല. സോറി, ഓളില്ല അല്ല, ആളില്ല. ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് CPI എന്ന് പറയുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ഒരു കാലത്ത് ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത്. ഇന്ദിരാഗാന്ധിയുടെ സാരി തൂങ്ങിയാണല്ലോ ഇവര് സർവൈവ് ചെയ്ത മുഴുവനും. അപ്പോ ഇയാൾക്ക് ഈ ബിനോയ് വിശ്വത്തിന് അതുപോലെ അയാളുടെ കുറെയുള്ള യൂത്ത്, അയാളുടെ പ്രായമുള്ള കുറെ ആൾക്കാരുണ്ട്, അവർക്കൊന്നും പിണറായി വിജയന് ഇഷ്ടമല്ല. CPM-കാരോട് അവർക്ക് ഭയങ്കര വെറുപ്പാണ്. CPM-കാരെ അവർ വിളിക്കുന്നത് അൺസിവിലൈസ്ഡ്, ബാർബേറിയൻസ്, അതുപോലെ അൺകൾച്ചേർഡ്, അൺകൂത്ത് എന്നൊക്കെയാണ് വിളിക്കുന്നത് രഹസ്യ ചർച്ചകളിലോ അവരുടെ പാർട്ടി സമ്മേളനങ്ങളിലോ. അപ്പൊ ഇതൊക്കെ പിണറായി വിജയൻ അറിയാം. നമ്മൾ ഈ ഇന്ത്യയിലേക്ക് കൂടി പിണറായി വിജയന് പലപ്പോഴും നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, ഇവനെ സൂക്ഷിക്കണം കേട്ടോ ഈ ബിനോയ് വിശ്വത്തിനെന്ന്. കാരണം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള പരസ്യം ഓർമ്മയില്ലേ സുനിലിന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനും പിണറായി വിജയന്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ബിനോയ് വിശ്വം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കിടന്നു അയാൾ എന്ത് പോക്കിരിത്തര കാണിച്ചിരിക്കണം, എന്റെ പടം വെക്കാണ്ട് അയാളുടെ പടം മാത്രം വെച്ചിരിക്കണം, അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചോണ്ടോ. 2026 തെരഞ്ഞെടുപ്പിൽ CPI-കാരും CPM-ന് വോട്ട് ചെയ്തിട്ടില്ല. കൂടി 500 വോട്ടൊക്കെ കാണുള്ള ഒരു മണ്ഡലത്തില് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പിച്ച കിട്ടണ തുല്യായിരിക്കും. കഴിഞ്ഞ സുനാമി അടിച്ചപ്പോ ഈ 500 വോട്ടിന് ഒരു കാര്യമില്ല. അതെ. എന്നാലും ഈ ഇപ്പൊ വീണയുടെയും വിജയന്റെയും പ്രശ്നമുണ്ടല്ലോ, എക്സാലോജിക്കും CMRL ആയിട്ടുള്ള കോൺട്രവേഴ്സി. സുനിലൊന്ന് നോക്കൂ, അയാൾ എവിടെയെങ്കിലും, അതായത് ഈ ബിനോയ് വിശ്വം എവിടെയെങ്കിലും ഇതിനെ വിമർശിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിമർശിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. പിണറായിയുടെ പരാതി അതാണ്. CPM-ഉം താനും തന്റെ മകളും ഇപ്പം മരുമകനും ഒരു തിരുട്ടു കുടുംബമാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വരുമ്പോൾ പ്രധാന ഘടകകക്ഷിയായ CPI കമ്മ്യൂണിസ്റ്റ് ഒരു സഹവർത്തിത്വമെങ്കിലും കണക്കിലെടുത്ത് തങ്ങൾക്ക് പിന്തുണ തരുന്നില്ല. ഇതേക്കുറിച്ച് ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. DMK-യുടെയോ അതല്ലെങ്കിൽ ലാലു പ്രസാദ് യാദവിന്റെയോ മുലായം സിംഗ് യാദവിന്റെ ചെറുക്കന്റെയോ പേരിൽ എന്തെങ്കിലും അന്വേഷണം വന്നാൽ അതിനെതിരെ സട കുടഞ്ഞെഴുന്നേൽക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വവും. പിന്നെ അവരുടെ അഖില ലോക നേതാവുണ്ടല്ലോ ഡാനിയൽ രാജ, പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തില്, പിണറായി വിജയന്റെ മകന്റെ കാര്യത്തില്, മകളുടെ കാര്യത്തില്, പിന്നെ മരുമകന്റെ കാര്യത്തില് ഇന്നേ വരെ ഒരു കാര്യം, ഒരു അർത്ഥവത്തായ ഒരു മൗനം പ്രതീക്ഷ നിലനിർത്തുകയാണ് അവരൊന്നും പറഞ്ഞിട്ടില്ല. അതെന്തായിരിക്കും കാരണം?
അവർക്ക് വിജയനെ ഇഷ്ടമല്ല, അത്ര തന്നെ. നമ്മൾ 2-3 തവണ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ബിനോയ് വിശ്വത്തിന് വിജയനെ ഇഷ്ടമല്ല. വിജയൻ എങ്ങനെയെങ്കിലും വിജയനെ മാറ്റണം എന്നുള്ള നിർബന്ധം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണോ ഇതൊരു നാറ്റക്കേസാണ്? ഇതില് ഈ കുടുംബം നേരത്തെ പറഞ്ഞ പോലെ തിരുട്ടു കുടുംബമാണ്, അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ തങ്ങൾക്കില്ല എന്നുള്ള ഒരു സംഭവം കൊണ്ടാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ സംരക്ഷിക്കേണ്ട ചുമതല ഇവർക്കുണ്ടോ? DMKയുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നപ്പോൾ CPI എന്തായിരുന്നു പറഞ്ഞു? ജനാധിപത്യ വിരുദ്ധമാണിത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, രാഷ്ട്രീയ പകപോക്കലാണ്, EDനെ CBIനെ ഇവരെയൊക്കെ ഉപയോഗിച്ച് നരേന്ദ്രമോദി DMKനെ പ്രതിപക്ഷത്തിന് വരുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നേ. അതെ അതെ. അപ്പൊ പിന്നെ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണ്ട് തൊട്ടേ ഉള്ള ഒരു മുഖമുദ്രയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോ ഇപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനൊരു വാർത്ത, ഒരു കെട്ടുകേൾവി പറക്കുന്നുണ്ട്. CPI ഇറങ്ങാൻ പോവുകയാണ്, വാതിൽ തുറന്നു കിടക്കുകയാണെന്ന് പിണറായി പറഞ്ഞതുകൊണ്ട് അപമാനിക്കപ്പെട്ട CPI കേരളത്തിൽ CPM-ആയിട്ടുള്ള ബന്ധം വിടുന്നു, പക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് തുടരും. അങ്ങനെ വരുമ്പോ അപ്പൊ CPM-നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് കോൺഗ്രസുമായി ഒരു സഖ്യം ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല, അതുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗമാകാം എന്ന് വരുന്നു. അങ്ങനെ വരുമ്പോ 3 മന്ത്രിസ്ഥാനമൊക്കെ കിട്ടുമോ? അതിനുള്ള MLA അതൊന്നും കിട്ടില്ല. മന്ത്രിസ്ഥാനം കിട്ടുന്ന ഒരു സംശയമാണ്. കാരണം ഇപ്പൊ തന്നെ അവിടെ ഫുള്ളാണ്, സീറ്റ് ഹൗസ്ഫുള്ളാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ. ഇപ്പൊ ഈ കൂടുതലാണെങ്കിൽ മുസ്ലിം ലീഗ് 1-2 സീറ്റ് ചോദിക്കും. അപ്പൊ അത് അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് അതിന് ചോദിക്കാതിരിക്കൊന്നുമില്ലല്ലോ. സൗകര്യം പോലെ പണ്ടും ഇതുപോലല്ലേ 5ാം മന്ത്രിനെ അവര് കൈകാര്യം ചെയ്ത് 5ാമത്തെ മന്ത്രിനെ വേണ്ടി വന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും? എന്റെ സുനിൽ, ആരെ അഡ്ജസ്റ്റ് ചെയ്യണേ? എത്ര MLA-മാരുണ്ട് സാറിത്തോള? 5-6 പേരുണ്ടെന്നു. അപ്പൊ പിന്നെ അതിൽ 50% വരെ മന്ത്രിയാക്കാനൊന്നും പറ്റില്ല. നോ, നെവർ. എന്താ ഈ പറയണേ? എന്താ അവിടെ വേറെ എത്രയോ പേര് മന്ത്രിമാരാവാൻ കഷ്ടമായിട്ട് നിൽക്കണം. അതിനിടയ്ക്ക് ഇന്നലെ വന്ന് ഇവർക്ക് അവിടെ വല്ല മൂലികെങ്ങാനും വല്ല എച്ചിലെങ്ങാനും കൊടുക്കുക, അത് നിന്നോണ്ട് അവിടെ ഇരുന്നോളാൻ പറയാം. അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ ചെയർമാൻ. പിണറായി വിജയനെ വിരട്ടാൻ വേണ്ടി CPI-ക്കാർ തന്നെ അടിച്ചുവിട്ട കഥയായിരിക്കും ഇത്. പിണറായി വിജയനെ വരട്ടാൻ അവരെ കൊണ്ട് പറ്റൂല എന്നുള്ളത് എല്ലാവർക്കും അറിയാം സുനിൽ. പിണറായി വിജയനെ തോൽപ്പിക്കാനായിട്ട് അവർ വിചാരിച്ച പറ്റൂല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അവർക്കിപ്പോ ചെയ്യാവുന്നത് പെരിങ്ങോട്ടുകാരെ ചാത്തൻ ക്ഷേത്രത്തിൽ പോയി പിണറായി വിജയനെതിരെ ഒരു എന്താ പറയുന്നത് വെള്ളാട്ട് വിളക്ക് കത്തിക്കുക. അത് ഇയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ചെയ്ത് ബിനോയ് വിശ്വത്തിനെ അയാൾ അതൊക്കെ ചെയ്യും. പിന്നെ അയാൾ CPI-ക്കാർ നല്ല എത്രയോ പേര് ചാത്തൻ ക്ഷേത്രത്തിൽ പോയി പൂജ ചെയ്യുന്നു. അപ്പൊ അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ നിവൃത്തിയുള്ളൂ, അല്ലാണ്ട് വേറെ മാർഗമില്ല. പിന്നെ ഉള്ളത് ഇപ്പൊ ഈ CPM-ന്റെ ഇപ്പൊ തലപ്പത്തിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MA ബേബിയും തോമസ് ഐസക്കും ജോൺ ബ്രിട്ടാസും. അതിന്റെ കൂടെ 4ാമതൊരു കുരിശുകൂടി വരികയാണ് ബിനോയ് വിശ്വം. അവര് 4 പേര് കൂടി ചേർന്ന് പിണറായി വിജയനെ പുറത്താക്കാൻ പറ്റും പാർട്ടിയിൽ നിന്ന്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ CPI-ക്ക് ഡെപ്യൂട്ടി സ്പീക്കറിന്റെ പദവി കിട്ടുമായിരിക്കും വേണ്ടി വന്നത്. പുതിയ പ്രതിപക്ഷ നേതാവ് വരുമ്പോ എന്ത് പണ്ടാരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഡെപ്യൂട്ടി സ്പീക്കറുടെ പദവി കൊടുത്തിട്ടാണെങ്കിൽ തൃപ്തിപ്പെടുത്താമെന്ന് പറഞ്ഞിരുത്തും. പക്ഷെ അവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം CPI ഒരു എക്സ്ട്രാ ലഗേജ് ആണ്. ഒരു കാര്യമില്ല, ഒരു മണ്ഡലത്തിലും ജയിക്കാനുള്ള ശേഷിയില്ല. എന്റെ പൊന്നെ, അവർക്കൊരു പത്രമുണ്ട് ജനയുഗം എന്ന് പറഞ്ഞ്. ജനയുഗത്തിന് ന്യൂസ് പ്രിന്റ് അടിക്കാനായിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആൾക്കാർ ന്യൂസ് പ്രിന്റ് ചന്ദ്രന് മേടിക്കാനായിട്ട് ടാക്സി വിളിച്ചാണ് പോണത്. അതിന് ഡിക്കിക്കൊള്ളാന്ന് അത് തന്നെ അടിച്ചിട്ട് തീർക്കാൻ പറ്റണില്ല. ഇവരാണ് പണ്ട് നൺ റണ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിന്റെ മലയാള പരിഭാഷ ജനയുഗം വാരികയിൽ എഴുതിയത് ക്രൈസ്തവ സഭയ്ക്ക് എതിരായിട്ട്. ഇവര് തന്നെയാണ് ക്രിസ്തു മതവും കമ്മ്യൂണിസം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി ക്രൈസ്തവ സഭയ്ക്ക് എതിരായിട്ട് ഇവർ എഴുതിയത്. അത് കഴിഞ്ഞ് ഇവർ പറയണ ഗുരുജി ഗോൾവാൾക്കറിന്റെ ചിന്താധാരയിൽ മുഴുവൻ ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങളാണെന്നാണ്. അതും വന്ന് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇവരെ നൺ ട്രാഫിക്കിംഗ് അതുപോലെ ഈ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ജനയുഗത്തിൽ പബ്ലിഷ് ചെയ്തത്. അതിന്റെ കോപ്പി സാറിനുണ്ടോ? ഞാൻ നോക്കിയെടുക്കണത് ഉണ്ടെങ്കിൽ നമുക്ക് അതേക്കുറിച്ച് ഒരു ചർച്ച വെക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സഭയെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് ഒരു ദിവസം നമുക്ക് സംസാരിക്കാമായിരുന്നു. സാർ വരുമ്പോ നേരിട്ട്. ഷുവർ.
ഓക്കെ സാർ. അപ്പൊ ഞാൻ ഈ വാർത്ത ഞാൻ സ്ഥിരീകരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് CPI-ക്കാർ തന്നെ ഒരു വിലപേശലിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് കേട്ടോ, ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനമൊക്കെ കിട്ടും കേട്ടോ എന്ന് അടിച്ചു വിടുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടൂല ഇപ്പൊ UDF-ൽ പോയത്. സുനിൽ പറയാം, അവർക്ക് നല്ല ഭൂരിപക്ഷമല്ലേ UDF-ന്. ഇവര് എക്സ്ട്രാ ലഗേജ് ആണ് UDF-ൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും. CPM-ന്റെ മുന്നണിയിലും ഇവര് എക്സ്ട്രാ ലഗേജ് ആണ്. ഇവരെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഇതൊരു വംശനാശം നേരിടുന്ന പാർട്ടിയാണ്, നമ്മുടെ സിംഹവാലൻ കുരങ്ങുകളെ പോലെ. പിന്നെ ഇവന് ബിനോയ് വിശ്വത്തിന് വാലില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓക്കെ.